നമുക്കുണ്ട്. നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. നമുക്ക് ഓൾ കേരള ഡീലേഴ്സും അതുപോലെ കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമുക്ക് ഏത് മെഷീനാണ്, ഞാൻ വേണമെങ്കിൽ ബോർഡും സ്പെയർ പാർട്സും നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ലൈവിൽ ആർക്കൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും മെഷീനെ കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മൾ ആ മെഷീൻ്റെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസും പ്രൈസൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങളൊക്കെ മെഷീൻ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ചാനൽ വളരെ ചെറിയ ചാനലാണ്, നമ്മളിപ്പോൾ തുടങ്ങിയിട്ടും കുറച്ചായിട്ടുള്ളൂ. നമ്മൾ ഒരാളാണെങ്കിലും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ഡീപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. ഇത് കണ്ടോ, ജാക്കിൻ്റെ ബോർഡാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ കാണിച്ചു ജാക്കിൻ്റെ ലൈറ്റാണ്, ജാക്കിൻ്റെ കംപ്ലീറ്റ്ലി ജാക്കാണ്. അതുപോലെ തന്നെ ജാക്കിൻ്റെ പഴയ മോഡലിൻ്റെ ലൈറ്റാണിത്. ശ്രീനി, ഹായ് ശ്രീനി. ബേസ് മോഡൽ പണ്ട് മീൻസ് കുറച്ച് വർഷം മുമ്പ് ഇറങ്ങിയ 9100 എന്നുള്ളൊരു മോഡൽ ഉണ്ട്. F4ൻ്റെ ലൈറ്റ് വ്യത്യാസമുണ്ട്, F4ൻ്റെ ലൈറ്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇത് ആക്സിലേറ്ററിൻ്റെ ചെറിയ PCB ആണ് ആക്സിലേറ്ററിൻ്റെ അകത്ത് വരുന്നത്. ഈ സാധനം വരെ നമ്മുടെ അടുത്ത് പഴയ മോഡൽ, പുതിയ മോഡൽ, ഇത് പഴയ മോഡലാണ്. പിന്നെ F5ൻ്റെ പുതിയ മോഡലായിട്ടുള്ള 2 മോഡലുകൾ, F4ൻ്റെ ഉണ്ട്, F5ൻ്റെ ഉണ്ട്, A2Bയുടെ ഉണ്ട്. ഇത് ഡിസ്പ്ലേ ആണ് വരുന്നത്, നമ്മുടെ 9100ൻ്റെ ഡിസ്പ്ലേ ആണ് ഈ കാണുന്നത്. പഴയ മോഡൽ ഫുള്ളായിട്ട് വൈറ്റ് ആയിട്ടുള്ള മെഷീൻ. ജാക്കിൻ്റെ സിസർ, ഇത് മെഷർമെൻറ്റ് ടേപ്പാണ്. എന്ത് സാധനം വേണമെങ്കിലും ജാക്കിൻ്റെ ഉണ്ട്. കാരണം ജാക്ക് മാത്രമേ ഉള്ളൂ എന്നല്ല, പക്ഷേ ജാക്കിന് അവൈലബിൾ ആണ് ഇതെല്ലാം. അപ്പോൾ അല്ലാതെ ഇത് ജാക്കിൽ കിട്ടില്ല, ജാക്കിൻ്റെ ബോർഡ് സർവീസ് ഇല്ല, അല്ലെങ്കിൽ ജാക്കിന് സർവീസ് കിട്ടുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, അതൊക്കെ വെറും ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകളാണ്. നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നു, നമ്മൾ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചാനൽ വലുതാക്കുക എന്നുള്ളതല്ല. മെഷീൻ ഉപയോഗിക്കുന്നവർക്ക് നമ്മളെ കൊണ്ടാവുന്ന അത്ര കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഞാൻ നിങ്ങളോട് നേരത്തെ നമ്മുടെ ലൈവിലും അല്ലാതെയും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ബ്രദറിൻ്റെ മെഷീൻ വാങ്ങിച്ചോ, നല്ല മെഷീനാണ്. ജുക്കിയുടെ മെഷീൻ വാങ്ങിച്ചോ, നല്ല മെഷീനാണ്. അതുപോലെ തന്നെ യമാട്ടോ, പെഗാസസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. നിങ്ങൾ ആ മെഷീനൊക്കെ വാങ്ങിച്ചോ, അതിലൊന്നും ഒരു പ്രശ്നമില്ല. കാരണം ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത ബ്രാൻഡുകളായിട്ട് ഏതുമില്ല. കാരണം പെർഫോമൻസ് ബേസാണ് നമ്മൾ പറയുന്നത്, അല്ലാതെ എല്ലാം നല്ല തന്നെയാണ്. എല്ലാത്തിലും നല്ല രീതിയിൽ പെർഫോമൻസ് എടുക്കുന്നവരുണ്ട്. പക്ഷേ നമ്മളൊരു വീട്ടിൽ ഉപയോഗിക്കുന്ന പോലെ ആയിരിക്കാൻ പാടില്ല നമുക്കൊരു ഷോപ്പിൽ ഉപയോഗിക്കുമ്പോൾ. നമ്മളൊരു ഷോപ്പിൽ ഉപയോഗിക്കുന്ന ഒരു ഫീൽ ആകാൻ പാടില്ല നമ്മളൊരു 10 മെഷീൻ ഇട്ട് ഒരു യൂണിറ്റ് നടത്തുമ്പോൾ. ആ ഫീൽ ആകാൻ പാടില്ല നമ്മളൊരു ഗാർമെൻറ്റ്സ് ഒരു 10-25 മെഷീൻ ഇട്ട് ചെയ്യുമ്പോൾ. അപ്പം നമ്മളുടെ അപ്ഡേഷൻ അനുസരിച്ചിട്ട് നമ്മളെ മെഷീൻ കൂടെ മാറിയാലേ, അല്ലെങ്കിൽ ആ പെർഫോമൻസ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അംബർല മെഷീൻ സ്റ്റിച്ച് കിട്ടുന്നില്ലേ, എങ്കിലും എല്ലാവർക്കും അംബർല മെഷീൻ യൂസ് ചെയ്താൽ പോരെ. പവർ മെഷീൻ എന്തിനാ ആൾക്കാർ എടുക്കണേ? കാരണം അതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, അതിന് ഡീപ്പായിട്ടുള്ള പ്രൊഡക്ഷൻ, എത്ര വർക്ക് ചെയ്താലും വലിയ രീതിയിലുള്ള കംപ്ലയിൻസ് ഉണ്ടാവില്ല. അതൊക്കെയാണ് ഗുണം. ഓട്ടോമാറ്റിക് പമ്പിങ്, ഓട്ടോമാറ്റിക് ത്രെഡ് കട്ടർ, അങ്ങനെ ഓരോരോ ഗുണങ്ങൾ. അതായത് അഡ്വാൻറ്റേജ്. ഇപ്പോൾ ഐഫോൺ മോഡൽ മാറി 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 വരുന്നു. കാരണം എന്താ, ഓരോന്നിലും ഓരോ സ്പെസിഫിക്കേഷൻ അഡ്വാൻറ്റേജസ് കൂടി വരികയാണ്. അല്ലാതെ ഒരു വലിപ്പവും വലിയ വ്യത്യാസം വരുന്നില്ല, ഷേപ്പും വ്യത്യാസം വരുന്നില്ല, ഒന്നുമില്ല. അതുപോലെ തന്നെയാണ് മെഷീൻ കാണാനൊക്കെ ഒരുപോലെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ ആവശ്യം എന്ന് വെച്ചാൽ പെർഫോമൻസ് ആണ്. അപ്പോൾ ആ പെർഫോമൻസ് ഏതാണോ ബെസ്റ്റ് അതാണ് ചൂസ് ചെയ്യുന്നത്. അല്ലാതെ മറ്റ് മെഷീൻ മോശം എന്നല്ല നമ്മൾ പറയണേ. നമുക്ക് നല്ല രീതിയിൽ നമ്മൾ കൊടുക്കുന്ന കാശിനുള്ള പെർഫോമൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇത് ബട്ടൺ ഹോൾഡ് മെഷീനാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. നമുക്ക് അതുപോലെ തന്നെ മുഹമ്മദ് അർഷാദ്, വീട്ടിൽ ഉപയോഗിക്കാൻ ഏതാണ് നല്ലത്? വീട്ടിൽ ഉപയോഗിക്കാൻ F5 A2B മതിയാവും. ബേസ് മോഡൽ ഒരു 25 രൂപ അല്ലെങ്കിൽ 26, 24 ആ റേഞ്ച് വരും. 3 വർഷം ഇലക്ട്രോണിക്സ് വാറണ്ടി ഉണ്ടാവും, 1 വർഷം ടെക്നിക്കൽ വാറണ്ടി. ടെക്നിക്കൽ വാറണ്ടി നമ്മൾ സ്പോട്ടിൽ വന്ന് സർവീസ് തരും. ഇലക്ട്രോണിക്സ് വാറണ്ടി ചിലപ്പോൾ സ്പോട്ടിൽ നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മൾ സാധനം അഴിച്ച് നമ്മുടെ ഷോറൂമിൽ കൊണ്ടുവന്ന് സർവീസ് ചെയ്ത് റീഫിറ്റ് ചെയ്ത് തരും. ഇതിന് വേറെ എക്സ്ട്രോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. വാറണ്ടി പീരീഡിൽ നിങ്ങൾക്ക് ഫ്രീ സർവീസ് ആയിരിക്കും. അത് ഓൾ കേരള എവിടെയാണെങ്കിലും.